ഇന്നത്തെ നമ്മുടെ ഹൊറർ സ്റ്റോറി കാൺപൂർ എന്ന് പറഞ്ഞ നഗരത്തിൽ നടന്നൊരു സംഭവമാണ്. രവി എന്നാണ് പയ്യൻ്റെ പേര്. പയ്യൻ പഠിക്കാനൊക്കെ വളരെ മിടുക്കനാണ്, ക്ലാസ്സിൽ ഫസ്റ്റാണ്. ഇടയ്ക്ക് ആൾ പഠിക്കാനൊക്കെ കുറച്ച് ഉഴപ്പ് കാണിക്കും. പക്ഷേ അവൻ എപ്പോഴും ഉഴപ്പാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പറയുന്ന പല കാര്യങ്ങളും അച്ഛനും അമ്മയും നടത്തി തന്നെയില്ല. അതിനകത്ത് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ജനിച്ചിട്ട് ആകെ ഒന്നോ രണ്ടോ പ്രാവശ്യം, അതും വളരെ ചെറുപ്പത്തിലാണ് ഇവൻ്റെ നാട്ടിൽ പോയിരിക്കുന്നത്. നാട്ടിന് പുറത്ത് പോയിരിക്കുന്നു, അച്ഛൻ്റെ വീട്ടിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇവൻ എപ്പോഴും വീട്ടുകാരോട് പറയും, എനിക്ക് എന്തുകൊണ്ട് ഇതിനെ നാട്ടിൽ കൊണ്ടുപോകുന്നില്ല, അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നില്ല എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം, നീ ഇപ്പോൾ പഠിക്കുകയല്ലേ, നീ പഠിച്ച് ഫിഫ്ത്തും സിക്സ്ത്തൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ, ചെറുപ്പത്തിലേ പറയുന്നത് ഫിഫ്ത്തും സിക്സ്ത്തൊക്കെ ആയി കഴിയുമ്പോൾ നീ അന്നും ക്ലാസ്സിൽ ഫസ്റ്റ് ആണെങ്കിൽ എന്തായാലും നിന്നെ കൊണ്ടുപോകാം എന്നൊക്കെയാണ് അച്ഛനമ്മ പറയാറ്. അങ്ങനെ ഈ പ്രാവശ്യം എക്സാം വന്നു. എക്സാം തുടങ്ങാൻ മുമ്പ് ഇവൻ വീട്ടുകാരോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ. ഈ എക്സാമിന് ഇവൻ റാങ്ക് വാങ്ങിയാണ്, ക്ലാസ്സിൽ ഫസ്റ്റ് വാങ്ങിയാണെങ്കിൽ എന്തായാലും നാട്ടിൽ കൊണ്ടുപോകണം, എനിക്ക് മുത്തശ്ശീനൊക്കെ കാണണം എന്നിവന് ആഗ്രഹം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഓക്കെ, നീ ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ എക്സാം കഴിഞ്ഞു, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. വെക്കേഷൻ കഴിഞ്ഞ് ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും റിസൾട്ട് വന്നു. റിസൾട്ടിനകത്ത് ഇവൻ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ക്ലാസ്സിൽ ഫസ്റ്റ് തന്നെ. റിസൾട്ട് അറിഞ്ഞ ഉടനെ തന്നെ ഇവൻ വീട്ടുകാരോട് പറഞ്ഞത്, എനിക്ക് നമ്മുടെ നാട്ടിൽ പോകണം, എൻ്റെ മുത്തച്ഛനെ കാണും, ആ നാട്ടിൻ പ്രദേശത്താണ് ബാക്കി വെക്കേഷൻ എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മക്കും വേറെ നിവൃത്തിയില്ല, ഇവനെ കൊണ്ടുപോയേ പറ്റൂ. അങ്ങനെ അവർ പയ്യനെയും കൂട്ടി കാറിൽ കയറി പോവുകയാണ്. ഏകദേശം ഒരു 150 കിലോമീറ്റർ ദൂരമുണ്ട് നാട്ടിലേക്ക്. അവൻ പോയിക്കൊണ്ടിരുന്ന് കുറേ സമയം ഇവൻ്റെ നാട്ടിലേക്ക് എൻ്റർ ചെയ്ത സമയത്ത് കുറേ പെൺകുട്ടികൾ അവിടെ, ഇവർ കരിമ്പിൻ്റെ തോട്ടമൊക്കെ ഉണ്ട്, കരിമ്പ് കൃഷിയുള്ള തോട്ടമൊക്കെ ഉണ്ട്. ആ തോട്ടത്തിൻ്റെ സൈഡിൽ കുറേ പെൺകുട്ടികൾ ഇവൻ്റെ വണ്ടി കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് ഇവനിങ്ങനെ അത്ഭുതത്തോട് നോക്കുകയാണ്, കണ്ണൊക്കെ ഇങ്ങനെ മിഴിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇവൻ അവരെ നോക്കിയിട്ട് ഇവനെന്തോ ഒരു പ്രത്യേകതരം ഒരു വൈബ് കിട്ടി. കാരണം എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ നോക്കണേ എന്ന് വെച്ചിട്ട് അവൻ മൈൻഡ് ചെയ്തില്ല, വണ്ടിയിൽ തന്നെ ഇരുന്നു. അങ്ങനെ ഇവൻ്റെ മുത്തശ്ശിയുടെ വീടെത്തി. മുത്തശ്ശി ഇവനെ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം ഇവനെ ഭയങ്കര ഇഷ്ടമാണ്, മുത്തശ്ശിക്ക് ആൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുത്തശ്ശി ഒന്ന് കെട്ടിപ്പിടിക്കുന്നു, അതിന് ഉമ്മ കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ അവന് ഭയങ്കരമായിട്ട് കെയറിങ് അവന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവനും മുത്തശ്ശീനെ ഭയങ്കര ഇഷ്ടമാണ്. മുത്തശ്ശീനെ കണ്ടിട്ട് വർഷങ്ങളുമായി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവർ വൈകിട്ടായി, ചെറിയ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് രാത്രി കിടന്നു ഉറങ്ങി. ഏകദേശം ഒരു മണി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും, രാത്രി 1 മണി കഴിഞ്ഞപ്പോഴേക്കും ജനലിൽ ആരോ വന്നിങ്ങനെ നോക്ക് ചെയ്യണ ശബ്ദം, ഒരു മുട്ടണ ശബ്ദം കേട്ടിട്ട് ഇവൻ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചെറിയൊരു പെൺകുട്ടി അവിടെ നിന്ന് ഇങ്ങനെ മുട്ടുകയാണ്. അപ്പോൾ ഇവൻ നോക്കിയപ്പോൾ ഇവന് കളിക്കാനൊന്നും ചുറ്റോട്ടൊന്നും ആരുമില്ല, ആരും വന്നുമില്ല, ആരും പരിചയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ കുട്ടി ഇനി രാത്രി കളിക്കാൻ വന്നതാണോ അറിയാൻ വേണ്ടിയിട്ട് ഇവൻ ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഇവൻ്റെ കൈയും പിടിച്ചിട്ട് ഇങ്ങനെ ഓടുകയാണ്. ഇവൻ്റെ ഈ ആ ഒരു കരിമ്പന്തോട്ടത്തിലേക്ക് പോകുന്നു. അവരവിടെ കുറേ സംസാരിച്ചൊക്കെ ഇരിക്കുന്നു. പിന്നെ ഇവർ കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും ഒരു കിണർ കണ്ടു, കുറച്ചൊരു ഒഴിഞ്ഞ സ്ഥലത്തൊരു കിണർ. അപ്പോൾ ചോദിച്ചു, എന്താ കിണർ, എന്താ ഇവിടെ വന്ന് വെച്ചേക്കണം ചോദിക്കുമ്പോൾ, കൃഷി ആവശ്യത്തിന് ആൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വെച്ചേക്കുന്ന കിണറാണ്, നിറച്ചും വെള്ളമുണ്ട് എന്നൊക്കെ കുട്ടി പറയാണ്. ഇത് പറഞ്ഞ ഉടനെ തന്നെ ഈ കുട്ടി പോയിട്ട് ആ കിണറ്റിലേക്ക് എടുത്ത് ചാടി. ഇതപ്പോൾ പയ്യൻ ഞെട്ടി. ഇവന് വേഗം തന്നെ അലറിക്കരഞ്ഞ് രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞിട്ടും ആരും കേട്ടില്ല. അവിടുന്ന് ഇവൻ്റെ ശബ്ദം കൂടി വന്നപ്പോഴേക്കും ആ കിണറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കുട്ടി പയ്യെ എഴുന്നേറ്റ് പൊങ്ങി വന്ന് ഇവൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. ആ തിരിച്ചു വന്നത് ആ നേരത്തെ കണ്ട കുട്ടിയല്ല. മുഖമൊക്കെ ആകെ വിളറി വെളുത്ത് മൊത്തം ഒരു ബ്ലഡൊക്കെ ആയിട്ട്, കണ്ണൊക്കെ ഇങ്ങനെ വൈറ്റ് കളറൊക്കെ ആയിട്ട് കുട്ടി വന്നൊക്കെയാണ്. ഇത് കണ്ടവർ അവൻ പേടിച്ചു. അവൻ വീണ്ടും കരയാൻ തുടങ്ങിയ സമയത്ത് ഈ കുട്ടി നേരെ ഇവൻ്റെ ഉള്ളിലേക്കട് കയറി. എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊസസ്സായ പോലെ ഒറ്റ കയറ്റം കയറിയിട്ട് അവൻ്റെ കണ്ണും വെള്ളയായി മാറി. ഇതിന് ശേഷം അവൻ നിമിഷ നേരം കൊണ്ട് കുറച്ച് കാഴ്ചകൾ കണ്ടു. ചുറ്റുവട്ടത്തും ചെറിയ പെൺകുട്ടികളുടെ ആത്മാക്കൾ ഇങ്ങനെ വെറുതെ നടക്കുകയാണ്. കുറേ പെൺകുട്ടികളുടെ ആത്മാക്കൾ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ അപ്പോൾ അതൊന്നും മനസ്സിലായില്ല. അവൻ വേഗം ബോധം കെട്ട് അവിടെ വീണു. തൊട്ടടുത്ത ദിവസം വെളുപ്പിന് അച്ഛനമ്മയും നോക്കിയപ്പോൾ കൂടെ ആരുമില്ല, കുട്ടിയില്ല. വേഗം തന്നെ ഇവർ അന്വേഷിച്ച് കൃഷിഭൂമിയിലേക്ക് പോകുന്നു, വീട്ടിൽ അന്വേഷിക്കുന്നു, തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ പോയി അന്വേഷിക്കുന്നു. പക്ഷേ ഇവനെ കാണുന്നില്ല. അങ്ങനെ ഇവർ ഈ ഒരു കരിമ്പന്തോട്ടത്തിലൂടെയൊക്കെ പോയി ദൂരെ ചെന്നപ്പോൾ ഈ കിണറിൻ്റെ സൈഡിൽ ഇവന് കിടക്കുകയാണ്, ബോധമില്ലാതെ കിടക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടി പയ്യനെടുക്കുന്നു, റൂമിൽ കൊണ്ടുവന്ന് കിടത്തുന്നു. ഇവർ ഡോക്ടറെ ഒന്നും വിളിച്ചില്ല. കാരണം അവിടുത്തെ പല ആൾക്കാരും പറഞ്ഞു, ഇത് ഒരു പണ്ഡിത്ത് വന്നാൽ ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ട് ഒരു പണ്ഡിത്തിനെ വിളിക്കുന്നു.
പണ്ഡിത്ത് വന്നിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പണ്ഡിത്ത് പറഞ്ഞു ഇത് ഏതോ ഒരു ആത്മാവ് മേത്ത് കയറിയാണ്, അത് മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് പണ്ഡിത്ത് പോയി. തൊട്ടടുത്ത ദിവസം അന്ന് രാത്രി ഇവൻ അമ്മൂമ്മേനെയും കൂട്ടിയിട്ട് പറഞ്ഞു, അമ്മൂമ്മ നമുക്ക് ഞാൻ ഇന്നലെ കിടന്ന സ്ഥലത്ത് ഒന്ന് പോവാം, അവിടെ ഒരു സംഭവം കാണിച്ചു തരാനുണ്ട് എന്ന് അമ്മൂമ്മ എടുത്തു പറഞ്ഞു. അമ്മൂമ്മ പറഞ്ഞു എന്താണ് മകനെ എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മയോട് ചോദിക്കുന്നു. അമ്മൂമ്മ ഒരു കാരണവശാലും വരാൻ റെഡിയല്ല, കാരണം രാത്രിയാണ്, പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവൻ കൈ പിടിച്ച അമ്മൂമ്മേനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഈ ദൂരമെത്തി കിണറിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഇവനെ കാണാതായതോടുകൂടി അപ്പോൾ തന്നെ അച്ഛനും അമ്മയും കൂടി ഇവനെ ഫോളോ ചെയ്യുന്നുണ്ടായി. കാരണം ഇവനെ കാണാനില്ല, വീണ്ടും കാണാതെ ആയാലെന്ന് ഓർത്ത് അവർ പേടിച്ച് ഇവനെ അന്വേഷിച്ച് വന്നപ്പോൾ ഇവൻ അമ്മൂമ്മയുടെ കൈയും പിടിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അവർ ഇവരറിയാതെ പയ്യെ ശ്രദ്ധിക്കുന്നുണ്ട്, കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ആ കിണറിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ ഇവൻ അമ്മൂമ്മേനെ ആ കിണറിലേക്ക് തള്ളിയിട്ടു. ഇത് കണ്ട അച്ഛനും അമ്മയോട് ഓടി വന്നത്, നീ എന്താ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചിട്ട് ഇങ്ങനെ ഓടി വന്നത്. ഇവനെ കുറേ തല്ലയൊക്കെ ചെയ്ത് അവസാനം അമ്മൂമ്മേനെ വിളിച്ചിട്ട് അമ്മൂമ്മ വെള്ളത്തിലേക്ക് താഴേക്ക് പോയി. അമ്മൂമ്മ അവിടെ മരണമടഞ്ഞു. അങ്ങനെ തൊട്ടടുത്ത ദിവസം ഇത് സംഭവിച്ച ശേഷം അവൻ അപ്പം തന്നെ ബോധം കിട്ടുകയാണ്. തൊട്ടടുത്ത ദിവസം നാട്ടുകാരൊക്കെ വന്നിട്ട് ബോഡി പുറത്തേക്ക് എടുക്കുന്നു. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവനെ കുറേ ശകാരിച്ചിങ്ങനെ ഇറക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ ചാടി എന്നിട്ടിട്ട് ഇവർ രണ്ടുപേരെയും വിളിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. അച്ഛനെ അമ്മേനെ വിളിച്ച് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളോട് സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് ഞാൻ അമ്മൂമ്മേനെ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കേൾക്കാൻ റെഡിയല്ല. ഇവർ പറയണ ഇവന് ഭ്രാന്തായി വട്ടായി, ഇവനെന്തോ ആത്മാവും ഇത് കയറിയെന്തോ പറയണം. പക്ഷേ അവൻ കുറച്ച് തെളിവുകൾ കൊടുത്തു. അവൻ പറഞ്ഞതാണ്, എന്നെ മിനിഞ്ഞാന്ന് രാത്രി വന്ന് ഒരു പെൺകുട്ടിയാണ് വിളിച്ചത്. ആ പെൺകുട്ടി ഞാൻ നേരിട്ട് കണ്ടു, അതെൻ്റെ ചേച്ചിയാണ്. അപ്പോഴാണ് ഇവർ ഞെട്ടണം, നിൻ്റെ ചേച്ചി എങ്ങനെയാവും? അപ്പോൾ ഇവൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഞാൻ ജനിക്കണേക്കാൾ മുമ്പ് ഒരു പെൺകുഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അമ്മ ഇങ്ങനെ ആലോചിക്കണം, അതെ, എന്നാൽ ആ പെൺകുഞ്ഞിനെ നമ്മുടെ അമ്മൂമ്മ ആ കിണറിൽ ഇട്ട് കൊന്നു കളഞ്ഞതാണ് എന്ന് ഇവൻ അങ്ങോട്ട് പറയുകയാണ്. അപ്പോഴത്തേക്കും അമ്മയും അച്ഛനും ഞെട്ടി. കാരണം അന്നത്തെ കാലത്ത് ആ ഗ്രാമത്തിൽ ഒരു പെൺകുഞ്ഞുണ്ടായ ആദ്യത്തെ കുഞ്ഞ് പെൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നേരെ ആ ഒരു കിണറിൽ കൊണ്ടുപോയി ഇടുമായിരുന്നു. അതാണ് അത്ര ആത്മാക്കളെ അവനവിടെ കാണാൻ പറ്റിയത്. ആ കൂട്ടത്തിൽ ഇവർക്കുണ്ടായ ആദ്യത്തെ മകളാകും. ആ മകളെയും ആ കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടു. അന്ന് വേറെ ഏതോ ഒരു ഭ്രാന്തൻ കൊണ്ടുപോയി കിണറ്റിലിട്ടു എന്നാണ് ന്യൂസ് പരത്തി അവിടെ വിശ്വസിപ്പിച്ചത്. അതിനുശേഷമാണ് ആൺകുട്ടിയായിട്ടുള്ള ഇവൻ ജനിച്ചത്. പക്ഷെ സത്യത്തിൽ ആ പെൺകുഞ്ഞിനെ അമ്മൂമ്മയാണ് കൊന്നു കളഞ്ഞത്. ഇത് പറഞ്ഞതോടുകൂടി അച്ഛനമ്മക്കും വേറെ ഒന്നും പറയാനുണ്ടായില്ല. അവർ അമ്മൂമ്മയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിച്ച് ഇവനെയും കൊണ്ട് നേരെ സിറ്റിയിലേക്ക് പോയി. ഇങ്ങനത്തെ സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.